പറപ്പുഞ്ച അഷ്റഫ് സഖാഫി ഉംറക്ക് വിളിച്ചു 150 ആളെ ഉംറക്ക് വിളിച്ചോണ്ട് പോയിട്ട് എല്ലാവരും അവിടെ ബാക്കി ടിക്കറ്റ് ആക്കാതെ അങ്ങനെ ഊറിൽ ഞങ്ങളടക്കം വന്നിട്ടുണ്ടാഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാഞ്ഞ് മൊയിലാറും ഈ മൊയിലാറും എല്ലാം വന്നിട്ടുണ്ടാഞ്ഞ് ഉടനെ ക്ലാസ് ആക്കിന് എൻ്റെ പുരയിൽ തന്നെ എൻ്റെ മോൻ്റെ ക്ലാസ് ആക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയ അവസ്ഥയെല്ലാം ആക്കുന്ന ചെലുത്തി എന്നെ ഇല്ലാങ്ങ് അയക്കുന്നില്ല കുട്ടികൾ നിങ്ങളെ പോലെ ഒറ്റക്കാണോ വേറെ കൂടെ ആളുണ്ടോ ഇല്ല എന്റെ മോളുണ്ട് പൈസയൊക്കെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചോ എത്ര പൈസ മേടിച്ചു 70,000 രൂപ എന്തൊക്കെയാണ് സർവീസ് പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് മക്കയിലും മദീനയിലും ഉംറ താമസം ഭക്ഷണം എല്ലാം കൊടുത്തു എന്നിട്ട് പിന്നെ എന്താണ് നടന്നത് നിങ്ങൾ എവിടെ നിന്നാണ് എയർപോർട്ടിന് കയറിയത് അല്ല കാലിക്കറ്റിന് കയറി മക്കയിൽ ഇറങ്ങി അതുവരെയുള്ള സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നു ശരിയായിരുന്നു എല്ലാം കിട്ടി എന്നിട്ട് മക്കയില് റൂമിൽ കൊണ്ടുപോയി മക്കയിലൊക്കെ ഈ അഷ്റഫ് സഖാഫി കൂടെ ഉണ്ടായിരുന്നു റൂമും ഭക്ഷണവും എല്ലാ സർവീസും തന്നു പിന്നെ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും മേടിച്ചോ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് പൈസ മേടിച്ചിട്ടുണ്ട് എന്ത് ആവശ്യത്തിന് തന്നേയില്ല പൈസ മദീനത്ത് 10 ദിവസം ഞങ്ങൾക്ക് എന്നും തന്നില്ല പൈസ തന്നില്ല എന്തിനാണ് പൈസ കൊടുത്തത് പിന്നെ ഇത് ഞങ്ങൾ ചേഞ്ച് ആക്കാൻ മണി എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് പൈസ കൊടുത്തു പക്ഷെ എക്സ്ചേഞ്ച് ചെയ്ത് എത്ര പൈസ കൊടുത്തു ഞാൻ 25,000 രൂപ ഇങ്ങനെ പലരിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അല്ലേ സംസം വെള്ളം എന്റെ പൈസ തന്നിന് എന്റെ പൈസ എല്ലാം കിട്ടിയാണ് കിട്ടി റിയാലാക്കി തന്നു പിന്നെ മദീനത്ത് വെച്ച് അയാളെ പിന്നെ കാണുന്നില്ല മദീനത്ത് പിന്നെ റൂമില്ല ഭക്ഷണമില്ല മരുന്നില്ല തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഇല്ല ഇപ്പൊ KCF ഇടപെട്ട് ദമാമിൽ എത്തിച്ചിരിക്കുകയാണ് പക്ഷെ ഫ്ലൈറ്റ് മിസ്സായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അത് ഉംറയ്ക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായുള്ള പരാതികൾ വരികയാണ്. മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി. ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്ന് ഇറക്കിവിട്ടെന്നും ഉംറയ്ക്ക് പോയവർ പറയുന്നു. അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയവർക്കാണ് ബുദ്ധിമുട്ട് നേരിട്ടത്. മടക്ക ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും തീർത്ഥാടകർ പറയുന്നു. ടിക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ഇന്നലെ അതിന് 18 ആൾ പോകാമെന്ന് പറഞ്ഞു. 18 ആൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ബീബി എന്നാ പേര്, ബീബിൻ്റെ പേരില്ല, റഹീമാൻ്റെ പേരില്ല. ഒരു 3 ആളും മാറിക്കോ പറഞ്ഞു. ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. ഉമ്മയും ഓളും അവിടെ തന്നെയുള്ള. ഇപ്പം പിന്നെ ഒരാഴ്ച അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല, നമ്മളെ കൊണ്ടേ ഇല്ലാറില്ല, അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല. അന്നേരം മറ്റേവരെല്ലാം കൂടി ചർച്ച ചെയ്ത് ഞാളെ ഒരു കയറ്റി വിടാന്നുള്ളത് ഒരെന്തെല്ലാം ആക്കി ഒരു കയറ്റി വിട്ടാന്ന് തോന്നുന്നത് നമുക്കറിയില്ല. അതൊന്നും ഭക്ഷണമൊന്നും ഇല്ലാണ്ട് അയാൾ പെട്ടെന്ന് റൂം ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് ഭക്ഷണവും ഇല്ല. ഞങ്ങളെവിടെ പോകും. അപ്പോൾ മൂപ്പർ പറഞ്ഞു ഞാൻ മക്കത്ത് പോട്ടെ, ഞങ്ങൾ മദീനത്താണുള്ളത്, അപ്പോൾ മക്കത്ത് പോയിട്ട് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് നമ്മൾ ശരിയാക്കി. അങ്ങനെ പിറ്റേന്ന് പറഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന നാട്ടിലാണുള്ളതെന്ന് പറഞ്ഞ് അപ്പം പിന്നെ നമുക്കെല്ലാം കൺവീൻഷനായി. അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല. പിന്നെ അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്വീപ്പായത്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് പ്രശ്നം വന്നത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇവർ എത്ര പേരുണ്ടായിരുന്നു? ആ കൊണ്ടുപോയ ഗ്രൂപ്പിൽ ആരെയെങ്കിലും മടക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ മുഹമ്മദ് അഷ്റഫ് സഖാഫിയാണല്ലോ അദ്ദേഹത്തിന്റെ ഏജന്റ് എന്ന് പറയുന്നത്. ഈ അഷ്റഫ് സഖാഫി തിരിച്ച് നാട്ടിലേക്ക് എത്തിയതായിട്ടാണോ പറയുന്നത്? ഇനിയിപ്പോൾ ഈ ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എങ്ങനെ നാട്ടിലെത്തുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ് നടന്നതെന്നാണ് സലാം ലഭിക്കുന്ന വിവരങ്ങൾ. അതിലെ പേരെന്തോ അഷ്റഫ് സഖാഫി. പൈസ എത്ര എടുത്തിട്ട് തന്നിട്ട് രാവിലെ ഭക്ഷണം എല്ലാ ഏർപ്പാടും പോലും നല്ലതുള്ള ഒരു പണി വാക്കിട്ടില്ല, ഒരു പണി വാക്കിട്ടില്ല, അവരില്ല, നാട്ടിലില്ല. നിങ്ങൾ വന്നത് കള്ളണം. ഏത് എയർപോർട്ട്?
നിങ്ങൾ വന്നത് ഏത് എയർപോർട്ടിലാ? ദമാമ ജിദ്ദയാ? എന്ന ഏജൻസി വഴി ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി പോയത്. ഇതിന്റെ ഉടമയായിട്ടുള്ള അഷ്റഫ് സഖാഫിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. ഇവർക്ക് തിരിച്ച് മടക്ക ടിക്കറ്റ് പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കൂടാതെ പലരും ഇതിൽ 160-ൽ 140ഓളം പേർ ഇപ്പോഴും ദമാം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ 20ഓളം പേരെ മാത്രമാണ് ഇദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാനായത്. ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സമയത്താണ്, മദീനയിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ഈ റൗള ഷരീഫ് സന്ദർശിക്കുന്ന വേളയിലാണ് ഇദ്ദേഹം അവിടെ നിന്നും മുങ്ങുകയായിരുന്നു, അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. അവിടെ ഈ സന്ദർശനത്തിന് വേണ്ട, തീർത്ഥാടനത്തിന് വേണ്ട ഒരു പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഉംറയ്ക്ക് പോയ തീർത്ഥാടകരെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം നാട്ടിലെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് പിന്നീട് അവിടെ നിന്നും മടങ്ങാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയും പിന്നീട് ഇവർ പലരും സ്വന്തം ടിക്കറ്റ് എടുത്ത് സ്വയം കുടുംബത്തെ അറിയിക്കുകയും അതങ്ങനെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ, കുടുംബവും ഈ പല കുടുംബങ്ങളിൽ നിന്നും 3-4 ആളുകളൊക്കെ തന്നെ ഈ ഹജ്ജ് ഉംറ സർവീസ് വഴി ഉംറ തീർത്ഥാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. ഈ അഷ്റഫ് സഖാഫി ഇവരുടെ പിന്നീട് മദീനയിലെത്തിയ ഈ തീർത്ഥാടകരെ നാട്ടിലെത്തിക്കാനും തുടർന്നുള്ള തീർത്ഥാടനത്തിന് വേണ്ട സംവിധാനം ഒരുക്കാനും ഒന്നും തന്നെ തയ്യാറായില്ല. ഇവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇവരിൽ നിന്നും 65,000 മുതൽ 80,000 വരെയുള്ള തുക ഈടാക്കിക്കൊണ്ടാണ് ഇവരെ ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി ಇದೆಲ್ಲ ಕುಡಿಂಗಿ ಹಾಜಿಮಾರ್ ಪಾವ ಎಲ್ಲ ಕುಡಿಂಗಿ ಹಾಜಿಮಾರ್ ಅಂದ್ರೆ ಜಮ್ಜಮ್ ತಂದು ಎತ್ತರ ಎಡ್ತರ ಇಲ್ಲಿ 10 ರಿಯಲ್